എളമരം കരീം CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സുദീപ് ദത്ത അഖിലേന്ത്യാ പ്രസിഡന്റാണ്. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് CITUവിന്റെ വിശാഖപട്ടണത്ത് നടന്ന അഖിലേന്ത്യാ സമ്മേളനമാണ്. ഇന്ന് വൈകിട്ട് തൊഴിലാളി റാലിയോടെയാണ് സമ്മേളനം സമാപിക്കുക. ഇപ്പോൾ CITUവിന്റെ 5ാമത് ജനറൽ സെക്രട്ടറിയായി എളമരം കരീം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. CITUവിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണിപ്പോൾ എളമരം കരീം. അദ്ദേഹത്തിന് കൂടുതൽ ചുമതലകൾ വന്നിരിക്കുന്നു. തൊഴിലാളി വർഗത്തെ നയിക്കാനുള്ള ചുമതലയാണിപ്പോൾ CITUവിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എളമരം കരീമിലേക്ക് എത്തിയിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായ അദ്ദേഹം MLA ആയും മന്ത്രിയായും CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായും ഒക്കെ പ്രവർത്തിക്കുകയാണ്. സന്തോഷ് ചേരുന്നു. സന്തോഷ്, കേരളത്തിലേക്ക് വന്നിരിക്കുന്നു ആദ്യമായി CITUവിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദവി. എന്തൊക്കെയാണ് വിശദാംശം? ഷമ്മി, CITUവിന്റെ ജനറൽ സെക്രട്ടറി ആകുന്ന ആദ്യ മലയാളിയായി എളമരം കരീം മാറിയിരിക്കുകയാണ്. നിലവിൽ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എളമരം കരീമിന് CITUവിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി വിശാഖപട്ടണത്ത് ചേരുന്ന 18ാമത് അഖിലേന്ത്യാ സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഐക്യകണ്ഠേനയാണ് എളമരം കരീമിനെ ജനറൽ സെക്രട്ടറിയായി സമ്മേളനം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബംഗാളിൽ നിന്നുള്ള സുദീപ് ദത്തയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന സുദീപ് ദത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതായാലും ഈ എളമരം കരീം കേരളത്തിൽ നിന്നുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം 5 പതിറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ അനുഭവ സമ്പത്തുമായാണ് ഇപ്പോൾ അഖിലേന്ത്യാ CITUവിൻ്റെ അമരത്തേക്ക് എത്തുന്നത്. വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന, വലിയ പോരാട്ടങ്ങൾ ഏറ്റെടുക്കേണ്ട നാളുകളിൽ ഇനി എളമരം കരീമായിരിക്കും CITUവിനെ രാജ്യത്ത് നയിക്കുക എന്നുള്ളത് തന്നെയാണ്. എളമരം കരീം 1974 മാവൂർ റയോൺസിലെ തൊഴിലാളിയായിക്കൊണ്ടാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അവിടെയുള്ള കരാർ തൊഴിലാളികളുടെ സംഘടനാ നേതാവായാണ് അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് വരുന്നത്. പിന്നീട് കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് മോട്ടോർ തൊഴിലാളി യൂണിയന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ ജില്ലാ സെക്രട്ടറി പദവി അലങ്കരിക്കുകയും ചെയ്തു. പിന്നീടാണ് CITUവിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നത്. സംസ്ഥാന സെക്രട്ടറിയായും പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും എളമരം കരീം പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ റോഡ് ട്രാൻസ്പോർട്ട് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ഒപ്പം തന്നെ ഈ KSFE എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ഭാരവാഹിയായും പ്രവർത്തിച്ചു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള സ്ഥാനങ്ങൾ ട്രേഡ് യൂണിയൻ രംഗത്ത് നിരവധിയായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിച്ചു. മാത്രമല്ല വലിയ പ്രക്ഷോഭങ്ങൾക്ക്, തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. മാവൂർ റയോൺസിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട ജയിൽവാസം ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വന്നു. മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. അത്തരത്തിൽ വലിയ അനുഭവ സമ്പത്തുമായാണ് എളമരം കരീം CITUവിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. വലിയ ചുമതലകൾ ഈ സമ്മേളനം പുതിയ ഭാരവാഹികളെയും കമ്മിറ്റിയെയും ഏൽപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കടുത്ത തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായി മോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ CITUവിന് ഏറ്റെടുക്കേണ്ടുന്ന സമരങ്ങളുടെ ചുമതലയാണ് പുതിയ കമ്മിറ്റി ഏറ്റെടുക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നത് മലയാളിയായ എളമരം കരീമായിരിക്കും എന്നുള്ളതാണ്. ഈ രീതിയിൽ ഈ സമ്മേളനം ഒപ്പം തന്നെ ജനറൽ കൗൺസിലിനെയും വർക്കിംഗ് കമ്മിറ്റിയെയും പുതിയ സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. KN ഗോപിനാഥ് കേരളത്തിൽ നിന്നും പുതിയ അഖിലേന്ത്യാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റായിരുന്ന K ഹേമലതയും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി ആയിരുന്ന തപൻ സെന്നും സ്ഥാനമൊഴിഞ്ഞു. അവർ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ ഭാരവാഹികൾ CITUവിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ, ചുമതലകളും ദൗത്യങ്ങളുമായി CITUവിൻ്റെ 18ാം അഖിലേന്ത്യാ സമ്മേളനത്തിന് തിരശ്ശീല വീഴുമ്പോൾ ഇനിയുള്ള 3 വർഷക്കാലം കേരളത്തിൽ നിന്നുള്ള എളമരം കരീമായിരിക്കും ഈ സമര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് CITUവിൻ്റെ അമരത്തുണ്ടാവുക. ഷമ്മി, തീർച്ചയായും സന്തോഷ്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി നിന്നിരുന്ന എളമരം കരീം ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് വരികയാണ്. വ്യത്യസ്തങ്ങളായ സംഘടനാ ചുമതലകൾ ഏറ്റെടുത്ത് വിജയകരമായി അത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു നേതാവാണ്. മന്ത്രിയായും MLA ആയും ഒക്കെ
അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യവസായ മന്ത്രിയായിരുന്ന കാലത്ത് ഒരുപക്ഷെ കേരളത്തിലെ വ്യവസായ മേഖലയിൽ വലിയ മുന്നേറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ്. ബ്രഹ്മോസ് അടക്കമുള്ള പദ്ധതികൾ കേരളത്തിലേക്ക് വരുന്നത് എളമരം കരീമിൻ്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ താൻ കൈവച്ച എല്ലാ മേഖലകളിലും തൻ്റെ സാന്നിധ്യം, തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിഞ്ഞ അതുല്യനായ ഒരു സംഘാടകൻ തന്നെയാണ് എളമരം കരീം. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ നമുക്കറിയാം, കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ എടുക്കുന്ന തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ തീർച്ചയായും അതിന് അമരക്കാരനാകാൻ എളമരം കരീമിന് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് CITUവിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം ആ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. സന്തോഷ്. തീർച്ചയായും എളമരം കരീം ട്രേഡ് യൂണിയൻ രംഗത്ത്, തൊഴിലാളി രംഗത്ത് അദ്ദേഹം വലിയ എല്ലാ ഒട്ടുമിക്ക സ്ഥാനങ്ങളും വഹിക്കുകയും വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒപ്പം ചെയ്തതോടൊപ്പം തന്നെ അദ്ദേഹം വഹിച്ചിട്ടുള്ള പാർലമെന്ററി സ്ഥാനങ്ങൾ, അദ്ദേഹം 3 തവണ MLA ആയും അതോടൊപ്പം തന്നെ കേരളത്തിലെ വ്യവസായ മന്ത്രിയായും രാജ്യസഭ MP ആയി പ്രവർത്തിച്ചപ്പോഴും തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പാർലമെന്റിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഈ ലേബർ കോഡുകൾക്കെതിരായ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ പാർലമെന്റിനകത്ത് എളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നപ്പോഴാണ് കേരളത്തിൽ നിരവധി പുതിയ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാവുകയും പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുകയും നിലവിൽ നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. തൊഴിലാളികൾക്ക്, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം, കൂലി ലഭിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായതുപോലും എളമരം കരീം സംസ്ഥാന വ്യവസായ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. പിന്നീട് അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നപ്പോഴും നിരവധി ഇടപെടലുകൾ പാർലമെന്റിൽ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപക്ഷെ CITUവിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഒരു ജനറൽ സെക്രട്ടറിയെ തന്നെയാണ് 18ാം അഖിലേന്ത്യാ സമ്മേളനം തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തന പാരമ്പര്യവും അനുഭവ സമ്പത്തും CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനവും അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനവും എല്ലാം വഹിച്ചുള്ള പ്രവർത്തന മികവും എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പുതിയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന രാജ്യത്തെ CITUവിനെ നയിക്കുക എന്നുള്ള വളരെ വലിയ ഉത്തരവാദിത്വം 18ാം അഖിലേന്ത്യാ സമ്മേളനം എളമരം കരീമിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി ഒരു മലയാളി, ഒരു കേരളത്തിൽ നിന്നുള്ള ഒരാൾ CITUവിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നേരത്തെ CITUവിൻ്റെ ബാലാനന്ദൻ CITUവിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആദ്യമായിട്ടാണ് ഒരു കേരളത്തിൽ നിന്നുള്ള ഒരാൾ, മലയാളിയായ ഒരാൾ എത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ 18ാം അഖിലേന്ത്യാ സമ്മേളനം വലിയ ചുമതലകൾ, പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സമ്മേളനം സമാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയുമാണ് 18ാം അഖിലേന്ത്യാ സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എളമരം കരീമിനെ ജനറൽ സെക്രട്ടറിയായും അതോടൊപ്പം തന്നെ സുദീപ് ദത്തയെ, ബംഗാളിൽ നിന്നുള്ള സുദീപ് ദത്തയെ പ്രസിഡന്റായും തിരഞ്ഞെടുത്തുകൊണ്ട് 42 അംഗങ്ങളുള്ള കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ CITUവിൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിന് സമാപനമാകുന്നത്. നിലവിൽ കമ്മിറ്റി ഉണ്ടായിരുന്ന AK പത്മനാഭൻ അദ്ദേഹം സ്ഥിരം ക്ഷണിതാവ് സ്ഥാനത്തേക്ക് മാറുകയാണ്. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന എല്ലാവരും ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ അതേപടി തന്നെ തുടരുകയും ചെയ്യും. ഏതായാലും വലിയ ഒരു ആവേശകരമായ സമ്മേളനത്തിന് സമാപനമാകുമ്പോൾ, വിശാഖപട്ടണത്ത് സമാപനമാകുമ്പോൾ അത് പുതിയ ഒരു നേതൃത്വത്തെ, ഒരു ഭാരവാഹികളെ ഈ ഭാവി കടമകൾ ഏൽപ്പിച്ചുകൊണ്ടാണ് സമ്മേളനം അവസാനിക്കുന്നത്. ഏതായാലും എളമരം കരീം, കേരളത്തിൽ നിന്നുള്ള എളമരം കരീം, CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന എളമരം കരീമിനെ CITUവിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി സമ്മേളനം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഷമി.